കെ.എസ്.ആർ.ടി.സിയുടെ ഉന്നത തലങ്ങളിൽ പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് തരത്തിലുള്ള കെടുകാര്യസ്ഥത നമ്മളിപ്പോൾ ജീവനക്കാരുടെ അടിസ്ഥാന വിഭാഗം ജീവനക്കാരുടെ കെടുകാര്യസ്ഥതയെ കുറിച്ച് വാദോരാതെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പുറത്തു നിന്ന് സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും ഉന്നത അധികാരികൾ ഇപ്പൊ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ നടത്തുന്ന ആളുകളുടെ ഈ കാര്യത്തിൽ വരുന്ന വീഴ്ചകൾക്ക് ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത. ഏതായാലും കെ.എസ്.ആർ.ടി.സി തന്നെ ഈ 5-ാം തീയതി ഈ മാസം 5-ാം തീയതി പുറത്തിറക്കിയ ഒരു മെമ്മോറാണ് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെ.എസ്.ആർ.ടി.സിയുടെ വണ്ടികൾ വാഹനങ്ങൾ ഡിപ്പോകളിൽ കെട്ടിക്കിടക്കുക. ഈ കെട്ടിക്കിടക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൃത്യമായ വിവരം എനിക്കില്ല. ഏതായാലും ഈ മാർച്ച് 30 കഴിഞ്ഞിട്ട് ഏപ്രിൽ 1 മുതൽ ഈ വാഹനങ്ങൾ CF ടെസ്റ്റ് നടത്തണമെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ വേണമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും CF കയറ്റിയ വാഹനങ്ങൾ, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, നമ്മൾ ടെസ്റ്റിംഗ് പണി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ടെസ്റ്റിംഗ് പണിക്ക് കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ കൃത്യസമയത്ത് പണിതിറങ്ങിയില്ല. അത് മെക്കാനിക്കിന്റെ കയ്യിലെ കുഴപ്പമല്ല. എന്താണ് കാര്യം? അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുന്നത് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. അപ്പോൾ CF പുതുക്കുന്നതിൽ വീഴ്ച വന്നതിന്റെ കാരണം ഈ CF പുതുക്കുന്നതിൽ വീഴ്ച വരുത്തിയ വിവിധ യൂണിറ്റുകളുടെ പ്രശ്നമാണ് എന്ന് ചീഫ് ഓഫീസർ തലത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതിപ്പോ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. തിരുവനന്തപുരം സെൻട്രൽ, അതായത് തമ്പാനൂര് 15 വണ്ടികൾ, കോഴിക്കോട് 10 വണ്ടി, പാറശാല 8 വണ്ടി, എറണാകുളം 7 വണ്ടി, കാഞ്ഞങ്ങാട് 6, നെയ്യാറ്റിൻകര 6, പൂവാർ 6, തൃശ്ശൂർ 5, കണിയാപുരം 4, മാനന്തവാടി 4, മാവേലിക്കര 4, പത്തനംതിട്ട 4, ആലപ്പുഴ 3, ആലുവ 3, ചങ്ങനാശ്ശേരി 3, ഹരിപ്പാട് 3, കുളത്തൂപ്പുഴ, പാലോട്, പുനലൂര്, ഇങ്ങനെ വണ്ടികളുടെ കണക്ക് ഏകദേശം കൂത്താട്ടുകുളം വരെ ഓരോന്നുള്ളത് അടൂര്, അങ്കമാലി, അരയങ്കാവ്, ചേർത്തല, എടത്തുവ, എരുമേലി, ഈരാറ്റുപേട്ട, കൂത്താട്ടുകുളം, അവരൊക്കെ ഓരോ വണ്ടി. ബാക്കി വൈക്കം, വികാസ് ഭവനൊക്കെ 2 വണ്ടി വീതം ആൽബറ്റിക് ഓർഡർ പ്രകാരമൊക്കെ അടിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ വാഹനങ്ങൾ പണിതിറങ്ങുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. ആരാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത്? അത് ബന്ധപ്പെട്ട ഡിപ്പോ അധികാരികളാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പൊ ഞങ്ങളൊരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഒരു ദിവസം ജോലിക്ക് ഹാജരായില്ല, അവിടെ ഒരു വണ്ടി സർവീസ് മുടങ്ങിയാൽ അന്നത്തെ ദിവസത്തെ ആ വണ്ടിയുടെ കളക്ഷൻ പിഴയായിട്ട് ഈടാക്കുന്ന ഒരു പുതിയ പരിപാടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു മാന്യദേഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും അതിനെക്കുറിച്ച് വിസ്തൃതമായിട്ട് പറയാം. ഏതായാലും ഇത് എന്തുകൊണ്ടാണ് ഈ വീഴ്ച വരുത്തിയത് പരിഹരിക്കാത്തത്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ്, അദ്ദേഹം ഈ നിസ്സാര കുറ്റം, അതായത് ഇപ്പൊ ഒരു പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് കൊച്ചിന് സുഖമില്ല, കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, ജോലിക്ക് പോകണം എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ ഒരു മരണം ഉണ്ടായി, വീട്ടിലൊരു മരണം ഉണ്ടായി, വീട്ടിലെ മരണത്തിന് പോലും ഈ ആബ്സെന്റ് അടിച്ചു വെക്കുന്ന മിഡിൽ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതോടെ നിൽക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയി പോയിട്ട് കൃത്യമായ വിവരം ഇപ്പൊ രോഗിയായിട്ട് കിടന്ന ആളുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ട കൊടുത്താൽ പോലും ആബ്സെന്റ് രേഖപ്പെടുത്തുക, എന്നിട്ട് അദാലത്ത് എന്ന് പറഞ്ഞൊരു പ്രക്രിയ വെക്കുകയാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് എന്ന് പറയുന്ന ഒരു മഹാൻ എവിടെ വന്നിരുന്നിട്ട് ജഡ്ജി വിധിക്കുന്നവരെ ന്യായം വിധിക്കുകയാണ്. 20,000 രൂപ, ശരി 15 അടച്ച് തീർക്ക് എന്നൊക്കെ പറഞ്ഞ് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഈ അന്യായമായി തുക ഈടാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ ഈ വാഹനങ്ങൾ CF നടത്തുവാൻ സാധ്യമാകാത്ത വിധത്തിൽ ഈ ഡിപ്പോകളിൽ കെട്ടിക്കിടന്ന ഏകദേശം 130ഓളം വാഹനങ്ങൾ ഈ ഡിപ്പോയിൽ കെട്ടിക്കിടന്ന്, അതും ഏറ്റവും KSRTCക്ക് ഏറ്റവും വരുമാനമുണ്ടാകുന്ന സമയം ഈ ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ ഇവിടെ റമസാന്, വിഷു, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ, SSLC പരീക്ഷയ്ക്ക് ശേഷമുള്ള എല്ലാ പരീക്ഷകൾക്ക് ശേഷമുള്ള അവധി, അങ്ങനെ ഇതിന്റെ പ്രധാനപ്പെട്ട മധ്യവേനൽ അവധിക്കാലം, ആ അവധിക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്താണ് ഇത്രയും വാഹനങ്ങൾ ഈ CF ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തി കയറ്റിയിട്ടത്. ആരെ സഹായിക്കാനാണ്? ആരെ രക്ഷപ്പെടുത്താനാണ്? ഇവിടുത്തെ സ്വകാര്യ ബസ് ലോബിയും അന്യായമായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഇവിടുത്തെ ശരണ്യ പോലെയുള്ള മറ്റേ ഓൾ ഇന്ത്യ പെർമിറ്റുള്ള വാഹനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ വാഹനങ്ങളെ CF ടെസ്റ്റ് നടത്താതെ മുടക്കിയിട്ടതാരാണ്? അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാതെ രാവിലെ വിക്സ് മുട്ടായി കഴിച്ചും ഹോമിയോ ഗുളിക കഴിച്ചും ജോലിക്ക് വന്ന ജീവനക്കാരനെ ഊതിച്ചിട്ട് 5% കണ്ടാൽ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊട്ടിഘോഷിക്കുന്നതാണോ വീരത്വം? അതോ ഇത്തരം ആളുകൾക്കെതിരെ, KSRTCയുടെ നട്ടെല്ല് തകർക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതാണോ ഉചിതമായ സംഗതി എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് വെൽഫെയർ അസോസിയേഷന് പറയുവാനുള്ളത്. നന്ദി.